ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഷാപ്പ് കറി സ്റ്റൈലിലുള്ള അടിപൊളി ഒരു തലക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ എടുക്കണം. നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. ഒരു വാള എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കറി ലീവ്സ്, പച്ചമുളക്, അങ്ങനെ ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണിക്കാം. പച്ചമുളക് 4 കീറിയത്, ഇങ്ങനെ നെടുകെ കീറിയതില്ലേ, അങ്ങനെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട്. കറി ലീവ്സ് ആവശ്യത്തിന്. പിന്നെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലകളുണ്ട്. എന്താണെന്ന് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ചട്ടി വയ്ക്കാം. ചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉലുവ പൊട്ടിക്കാം. ഉലുവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കറി ലീവ്സ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോഴേക്കും മുളക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കുക. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ, റെഡിമെയ്ഡാണ്. സോ റെഡിമെയ്ഡ് ചേർക്കുന്നവർ നന്നായിട്ട് വഴറ്റി ഫ്രൈ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഒറിജിനൽ ആ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചതച്ചത് മുഴുവനോടെ ചേർക്കുകയാണ് കേട്ടോ ഇതിലേക്ക്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ കളർ ആക്കണം. അതുവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒന്നായി വന്നിട്ടുണ്ട്. ആ സമയത്ത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരല്പം കായപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. കായം ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. വേണമെങ്കിൽ ഉലുവപ്പൊടി ചേർക്കാം. ഞാൻ ഓൾറെഡി ഉലുവ ആഡ് ചെയ്തുകൊണ്ട് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ എടുത്തു വെച്ച തക്കാളി കൂടി നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി ഇതുപോലെ ക്രീമി ആക്കി എടുക്കണം. അപ്പോഴാണ് ആ ഒരു ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുടംപുളി വെള്ളത്തോടു കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ കെറ്റിലിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കുക. അപ്പോൾ മീൻ നന്നായിട്ട് വെന്തൊക്കെ വരുമ്പോഴേക്കും വറ്റി കറക്റ്റ് പാകത്തിനായിക്കോളും. എന്നാൽ കൂടുതൽ വെള്ളം വയ്ക്കുകയും പാടില്ല. ഈ ഒരു അളവിൽ വയ്ക്കുക. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ്, പുളി എല്ലാം കറക്റ്റ് അല്ലേന്ന് നോക്കുക. പുളി പിന്നെ ഇറങ്ങിക്കോളും, കുഴപ്പമില്ല. എരിവ് ഇതെല്ലാം കറക്റ്റ് അല്ലേന്ന് നോക്കുക. എരിവില്ലെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ബോയിൽ ആവട്ടെ. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന സമയത്ത് മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ വലിയ സൈസിലുള്ള മീനൊക്കെ ആണെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം. ഒത്തിരി ചാറായി കഴിഞ്ഞാൽ കഷ്ണങ്ങൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. ഈ ചാറ് മാത്രം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത്രയ്ക്ക് തിക്കായിട്ട് ഗ്രേവിയും കിട്ടില്ല. സോ ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നമുക്കിനി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് നല്ലപോലെ വാഷ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, വിനെഗറൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു സൈഡ് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മാത്രം മതി. ഒരു ടോട്ടൽ ഒരു മാക്സിമം 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഹെഡിന് നല്ല കൊഴുപ്പുണ്ടാവും. ഒരു നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. കിങ് ഫിഷ് തന്നെ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേറെ ഏത് ഫിഷാണെങ്കിലും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി കിങ് ഫിഷിൻ്റെ ഹെഡ് തന്നെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ചധികം പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പുളിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. സോ ഒരു പുളി മാത്രം അതിലിട്ടിട്ട് ബാക്കി പുളികളൊക്കെ ഞാൻ നീക്കം ചെയ്യാണ്. ഓവറായിട്ട് പുളിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇനി ഒരു ചെറിയ പീസൊക്കെ ഇട്ട് വയ്ക്കുന്നതെങ്കിലും കൂടുതൽ പുളി വേണമെങ്കിലും അതിൽ തന്നെ ഇടാവുന്നതേ ഉള്ളൂ. ഒരു അരമണിക്കൂർ വച്ചാൽ മതി. അപ്പോഴേക്കും ഇതേപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട.
ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ ഡിയേഴ്സ്.